ഷോ പിള്ളേരെ കാണുന്നില്ലല്ല. എത്ര നേരമായി. എത്ര വൈകണേന്നാവോ? അല്ലട മോനെ, അവരെ കാണാനില്ല. നേരത്തെ വിളിച്ചതല്ലേ ഇറങ്ങിന്ന് പറഞ്ഞു. ഇതുവരെ എത്തിയിട്ടില്ലെന്ന്. അവര് വന്നോളും, വെറുതെ കിടന്ന്. വന്നോളും. കാറോട് വെറുതെ കിടക്കണല്ലേ. നീ പോയി അവരെ കൊണ്ടുവന്നാലും ഇപ്പൊ എന്താ കുഴപ്പം? എന്റെ അമ്മ അവരെ വിളിച്ചപ്പോ അവര് വന്നോളാ, എന്നോട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവര് വന്നു. പിള്ളേരെ കാണാഞ്ഞിട്ടേ എനിക്കൊരു സമാധാനം ഇല്ലടാ. നമുക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ? അവര് വന്നോളും. ഫോൺ വിളിച്ചപ്പോ വന്നോണ്ടിരിക്കണല്ലേ പറഞ്ഞു. പിന്നെ എന്താണ് പറയാ? അമ്മ ഒരു കാര്യം ചെയ്യ്, കിഴക്കോട്ടെ നോക്കി ഇങ്ങനെ ഇരിക്ക്. അപ്പൊ അത് വേഗം വരും. ഞാൻ പോടും. നീ പോ. എന്താണോ ഇത്ര വൈകണേ? വന്നിണ്ടല്ല. അല്ല, അച്ഛമ്മടെ മക്കള് വന്ന. അയ്യോ, എത്ര നേരം അച്ഛമ്മ നോക്കിയിരിക്കണത് മക്കളെ. അച്ഛമ്മേ, മക്കളെ കാണാഞ്ഞിട്ട് വിഷമിച്ചിരിക്കണേരുന്നു. അയ്യോ, എന്റെ മക്കളാകെ കോലം കെട്ടുപോയാലും ഇവിടുന്ന് പോയിട്ട്. ഇത് കണ്ട ക്ഷീണിച്ച അവശതേ, സോഡാ കുപ്പി പോലെ ഇപ്പൊ. ഇത് കണ്ട ദൈവമേ, എങ്ങനെ ഇരുന്ന പിള്ളേരാണ്. അല്ല, അമ്മാമ്മ ഒന്നും തിന്നാൻ തന്നില്ലേ നിങ്ങക്ക്? അവിടുത്തെ അമ്മാമ്മ ഞങ്ങക്ക് കൊറേ ഫുഡ് ഉണ്ടാക്കി തന്ന്. ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ എല്ലാം ഉണ്ടാക്കി തന്നു. ഓ പിന്നെ ആണാ മോനെ? അച്ഛമ്മ, അവിടുത്തെ അമ്മാവ് ഞങ്ങക്ക് കൊറേ ഫുഡ് ഉണ്ടാക്കി തന്നു. ഫുഡ് കഴിക്കുമ്പോ അമ്മാവ് ഞങ്ങളുടെ പുറകെ കിടക്കണേ. പഠിപ്പിച്ച വിട്ട പോലെ തന്നെയാണല്ലോ രണ്ടുപേരും പറഞ്ഞത്. ചിക്കനും ബീഫേ അവിടെ ഒന്നും ഉണ്ടാവൂല. പിള്ളേരുടെ കോലം കണ്ടാ തന്നെ അറിയാം. അതെങ്ങനെ? അമ്മക്ക് സമയം വേണ്ടേ? ബന്ധക്കാരും എല്ലാരും ഉണ്ടല്ലോ. ഇവിടുത്തെ കുറ്റങ്ങളൊക്കെ പറയണ്ടേ? അയ്യോ, എന്റെ കൊച്ചിന്റെ കൈയൊക്കെ പൊട്ടിയിരിക്കണ്. നീ എവിടെയാണ് വീണത്? അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും വീണിട്ട് നിങ്ങോട്ട് വരുള്ളൂ. എന്റെ അച്ഛമ്മേ, ഇവന് അമ്മാന്റെ വീട്ടിൽ കളിക്കുമ്പോ പൊട്ടിയതല്ല, ഇവിടുന്ന് കളിക്കുമ്പോ പൊട്ടിയതാണ്. ഇവിടുന്ന് കളിക്കുമ്പോ ഇപ്പേ വെയിലത്ത് വന്നേക്കണില്ലേ? കോലം കണ്ടില്ലേ? ക്ഷീണിച്ച് കറുത്ത്. അതെ അച്ഛമ്മേ, അവിടെ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. മക്കള് പോയി കഴിക്ക്. വാ, ചെല്ലി ചെല്ലി. അല്ല, നീ കേറാൻ വരട്ടെ. നീ ഇവിടുന്ന് പോയപ്പോ ഒരു ബിഷോപ്പർ കൊണ്ടിട്ടുണ്ടായല്ല, അതെന്തിയേ? അത് ഞാനേ എന്റെ വീട്ടിൽ നിന്ന് നമ്മളെ 2 സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഞാൻ ആ സാരി തിരിച്ചുകൊണ്ടുപോയി കൊടുത്ത്. അല്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണുണ്ടെന്ന് ഇനി അമ്മനെ പോകുമ്പോ ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ സമാധാനം ആവുമല്ല. ചോദിച്ചത് കുറ്റമായി ഇപ്പൊ. അതെ, നിക്ക്, ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ കറി വെക്കാൻ നോക്ക്. ഇവിടുത്തെ വിശേഷം ഇനി പോയി പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. പോണുണ്ട് ശാന്ത ചേച്ചിയുടെ വീട്ടിലേക്ക്. എന്താണ് ഈ അമ്മായിമ്മമാര് ഇങ്ങനെ? മരുമക്കൾ സ്വന്തം വീട്ടിലേക്ക് പോയി വന്നാ അപ്പ തുടങ്ങും. അയ്യോ, പേരക്കുട്ടികളെ കാണാതെ ഉറങ്ങണില്ല, ഭക്ഷണം കഴിച്ചില്ല. എന്താണ് അവർ ക്ഷീണിച്ചു പോയി? എന്താണ് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് ഇതിനും മാത്രം? ആകെ ഒരു ദിവസത്തോട് പോയി നിന്നത്, അപ്പത്തേക്കാണ് ഇത്രയും പറഞ്ഞു കൂട്ടിയത്. കാണാനില്ലല്ലോ. കിടക്കണം. അല്ല, ആരാണ് നോക്കണത്? അമ്മേ, അമ്മ എന്താണ് അപ്പുറത്തെ വീട്ടിലേക്ക് കുടിഞ്ഞു നോക്കണത്? അല്ലേ, 2 ദിവസമായിട്ടേ ശാന്തനെ കാണാനില്ല. അവിടെ പിള്ളേരുടെ കൊച്ചയൊക്കെ ഉണ്ട്. ആരാണെന്നാവോ? അപ്പൊ അമ്മ ഒന്നും അറിഞ്ഞില്ലേ? നമ്മളെ കൂട്ടുകാരത്തൊന്നും പറഞ്ഞില്ലേ? ശാന്തേച്ചിടെ മോളും കൊച്ചുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വെക്കേഷൻ അല്ലേ, അപ്പൊ അവര് നിക്കാൻ വേണ്ടി വന്നേക്കണാണ്. ഓ, വെക്കേഷൻ അങ്ങോട്ട് കേട്ടാ മതി. ചില തള്ളമാരെ അപ്പ കൊണ്ടുവന്നാക്കും നോക്കാനായിട്ട്. എന്നിട്ട് വേണല്ലോ അവർക്ക് ഇങ്ങനെ സൂചിച്ച് നടക്കാനായിട്ട്. അല്ല, ഇവർക്ക് അവരുടെ അച്ഛന്റെ വീട്ടിൽ നിന്നാ പോരെ? എന്തിനാണ് ഇങ്ങനെ എഴുന്നള്ളി പോണത്? എന്റെ അമ്മേ, അവള് ദൂരല്ലേ മോളെ കെട്ടിച്ചുട്ടണത്. അവൾക്ക് ഈ വെക്കേഷനൊക്കെ വരുമ്പോഴല്ലേ ഇവിടെ ഒന്ന് നിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ അവിടെ ഒന്ന് നിക്കണത്. അപ്പൊ അവിടുത്തെ അച്ഛനും അമ്മയും എന്തോരം വിഷമിക്കും ആ പിള്ളേരെ കാണാഞ്ഞിട്ട്. അതൊന്നും അവള് ഓർത്തില്ലല്ല. അപ്പോഴേക്കും കൊണ്ടുവന്നാക്കിയേക്കണ്. ഓ, അതൊക്കെ പോട്ടെ. നീ വെക്കേഷനാന്ന് പറഞ്ഞ് നീയും പിള്ളേരൊന്നും കൊണ്ടുവന്ന അങ്ങോട്ടൊന്നും പോകാൻ പറ്റുമൊന്നുമില്ല കേട്ടാ. എനിക്ക് പിള്ളേരെ കാണാതിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. അല്ലാമ്മ, ഈ വെക്കേഷൻ ഞാനും വീട്ടിൽ പോയി നിക്കാലാന്ന് വെച്ചിട്ട് നിക്കായിരുന്നു. അതൊന്നും നടക്കൊന്നുമില്ല. എനിക്ക് പിള്ളേരെ കാണണ്ടേ, ഉറക്കം തന്നെ കിട്ടൂല. ഞാൻ ആകെ ഇതായി പോവും. അതൊന്നും പറ്റില്ല, നീ പോവണ്ട. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം.
അമ്മ എന്താണമ്മ ഇങ്ങനെ പറയണത്? സ്കൂളുള്ള സമയത്തൊന്നും എനിക്ക് അവിടെ പോയി നിൽക്കാനൊന്നും പറ്റാറില്ല. ആകെ പറ്റണത് ഈ വെക്കേഷനൊക്കെ വരുമ്പോഴല്ലേ ഒരു കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കാനൊക്കെ പറ്റണത്. ഞാൻ എന്തായാലും പോകും അമ്മേ. അവിടുത്തെ അച്ഛനും അമ്മക്കും ആഗ്രഹമില്ലേ ഞങ്ങൾ അവിടെ പോയി നിക്കണോന്ന്? അതേപോലെ എനിക്കും ആഗ്രഹമുണ്ട് എന്റെ വീട്ടിലൊക്കെ പോയി കുറച്ചു ദിവസം നിക്കണോന്ന്. അതൊന്നും പറ്റുമൊന്നുമില്ല. നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ 2 ദിവസം പോയി നിക്ക്, അല്ലാണ്ട് 2 മാസം ഒന്നും പോയി നിക്കാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല ഇവിടെ. പറഞ്ഞ മനസ്സിലായില്ല? വെക്കേഷന് പോയി നിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലേ ഇപ്പോഴത്തന്നെ മാറ്റിയേക്ക്. ഓ, വെക്കേഷൻ ഒന്നും കേട്ടില്ല, ഇപ്പോഴേക്കും അങ്ങോട്ട് തുള്ളാൻ നടക്കണോ. അമ്മോരനാണേ ഇതാണ് വെക്കേഷൻ ആയിട്ട് എന്റെ വീട്ടിൽ പോവണ്ടെന്ന്. വേണമെങ്കില് 2 ദിവസം വേണം പോ നിന്നിട്ട് തിരിച്ചു വന്നോളെ. അമ്മക്ക് പിള്ളേരെ കാണാതിരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞതിന് കാര്യമുണ്ടല്ല. നമുക്ക് പിള്ളേരെ കണ്ടിട്ട് നമുക്ക് സങ്കടം ഉണ്ടാവൂലേ? അതാണ് അമ്മ പറഞ്ഞത്. ഏട്ടാ ഇതെന്തിട്ടാണ് പറയണത്? അപ്പൊ എന്റെ അച്ഛനമ്മമാർക്കും ഈ പിള്ളേരെ കാണാതിരിക്കുന്ന സങ്കടൂലേ? അവരിപ്പോ എന്താണ് ചെയ്യണത്? ഒഴിവുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്ന് പിള്ളേരെ കണ്ടോണ്ടല്ലേ പോണത്. ഇപ്പൊ ഞങ്ങളിപ്പോ എന്റെ വീട്ടിൽ പോയിരുന്നാലും അമ്മക്ക് പിള്ളേരെ കാണണമെന്നൊന്നും എന്റെ വീട്ടിലേക്ക് അങ്ങ് വന്നാ പോരെ? എനിക്ക് നീ വീട്ടിൽ പോയി കണ്ടത് എനിക്കൊരു പരാതിയില്ല, ഒരു പ്രോബ്ലം ഇല്ല. അമ്മ അമ്മയുടെ സങ്കടം പറഞ്ഞു സമ്മതിച്ചതല്ലേ? അമ്മ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ്? മാളു നീ പോയി നിന്നോ, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ല, എനിക്കറിയാം നിനക്ക് ഈ വെക്കേഷൻ സമയത്താ പോയി നിൽക്കാൻ പറ്റുള്ളൂ, ക്ലാസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്കൊരു പ്രശ്നമില്ല. ഒറ്റ കാര്യം ഇരിക്കുള്ളൂ, അമ്മനെ വിഷമിപ്പിക്കാണ്ട് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് നീ വീട്ടിൽ പോയി നിൽക്ക്. ഞാനും വന്നോളാം, ശനി ഞാനും വന്ന് അവിടെ നിൽക്കാം. നീ അമ്മനെ വിഷമിപ്പിക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഇണക്കിനെ അങ്ങ് കൊണ്ടു. രണ്ടുപേരും തമ്മിൽ ഇതും പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. എനിക്ക് അത്ര ഉള്ളു പറയുന്നത്. പറയണാണ് പിള്ളേരെ കാണാതിരിക്കാൻ പറ്റും. എന്നെ വിടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ പോണത്. നമുക്ക് ഇഷ്ടമല്ല. പോമാട് എന്തെങ്ങനെയാ പറയണേ? നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവൂല. നീ അമ്മനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് നീ പോയി നിന്നു. വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ടിട്ട് വെറുതെ. പിന്നെ നമുക്ക് നീ പോയിട്ട് നമുക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടാണ്? ഒരു കുഴപ്പമുണ്ടാവൂല. ഇത് പിള്ളേരെ കാണാത്തിന്റെ ആ ഒരു വിഷമം കൊണ്ട് പറയണേ. നീ അങ്ങനെ മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നീ പോയിക്കോ. എനിക്കൊരു കുഴപ്പമില്ല കേട്ടാ. അമ്മനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഞാൻ പോവാല. അത് ഞാൻ പറഞ്ഞോളൂ, അമ്മനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നീ പോയി നിന്നു, ഒരു കുഴപ്പമില്ല അതിന്. അമ്മനെ വിഷമിപ്പിക്കാതാ എങ്ങനെ പോണോന്ന് എനിക്കറിയാം. സ്കൂൾ അടച്ചിട്ട് 2 ദിവസം ആയല്ല. എന്തായാലും വീട്ടിൽ പോണില്ലെന്ന് തോന്നുന്നു. എന്നെ നല്ല പേടിയുണ്ട് അവക്ക്. അല്ലെങ്കിൽ ഈ മരുമക്കളെ വരച്ച വരെ നിർത്തണം. അവിടെ ഒരു വീട്ടിൽ പോക്കും സ്കൂൾ അടക്കം കാത്തിരിക്കും. അങ്ങനെ ഇപ്പൊ നീ സൂക്ഷിക്കണ്ട. അല്ല, നീ എവിടെ പോണ് ബാഗൊക്കെ ആയിട്ട്? അല്ലാമ്മ വെക്കേഷൻ ആയില്ലേ പിള്ളേർക്ക്, ഞാനപ്പ എന്റെ വീട്ടിലേക്ക് പോണ്. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമൊന്നുമില്ലാന്ന്. എന്റെ അമ്മേ, ഈ വെക്കേഷൻ ആവുമ്പോഴല്ലേ എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ. എനിക്കും ആഗ്രഹമില്ല എന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒപ്പം അവിടെ കുറച്ചു ദിവസം നിക്കണോന്ന്. കഴിഞ്ഞ വെക്കേഷൻ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ കാണണമെന്ന് പറഞ്ഞോണ്ടും അമ്മ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച്. ഈ വെക്കേഷനെങ്കിലും എനിക്ക് എന്റെ വീട്ടിൽ പോയി നിക്കണം. ഞാൻ എന്തായാലും പോകും. അതൊന്നും നടക്കൂല. എനിക്ക് പിള്ളേരെ കാണാതിരിക്കാൻ പറ്റില്ല. നീയേ സാധനങ്ങളെ കൊണ്ട് വെച്ചേ പോവാൻ പറ്റില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ തവണ പോകും എന്റെ വീട്ടില്. ആഹാ, നീ എന്നെ ധിക്കരിച്ചു പോവോ? എടാ മോനെ, എടാ നീ ഇങ്ങോട്ട് വന്നേ. അല്ലേ കാണിച്ചു തരാടി. നീ ഒന്ന് പോകുന്നു കാണണോ അല്ലേ എനിക്ക്? എന്താണമ്മേ? എന്താണ്? എടാ മോനെ, അവള് പറഞ്ഞേട്ടാ അവൾക്ക് വെക്കേഷനായിട്ട് വീട്ടിൽ പോണോന്ന്. നിനക്കറിയാലോ മോനെ, പിള്ളേരൊക്കെ കാണാണ്ട് നമുക്ക് പറ്റില്ലടാ. അമ്മനിങ്ങനെ വിഷമിപ്പിക്കലേ നിന്ന് പറഞ്ഞു കൊടുക്ക് നീ. എന്റെ മാളു, എന്താണിത്? ഞാൻ എന്താണ് മാളൂനോട് ഞാൻ പറഞ്ഞത്? വീട്ടിൽ പോണേന് ഞാനൊരു ഇത് പറഞ്ഞില്ല. പോയിക്കോളാന്നല്ലേ പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞോളൂ, അമ്മനെ വിഷമിപ്പിച്ചിട്ട് പോരുതെന്ന്. അണ്ടിപ്പോ എന്താണ് ഇതൊക്കെ? ഭയങ്കര മോശമുണ്ടാ. എന്ത് മോശം എന്നാണ് പറയണത്? ഏട്ടാ എന്തിട്ടാണ് പറഞ്ഞത്? അമ്മനെ വിഷമിപ്പിക്കാതെ പോയിക്കോളാനല്ല പറഞ്ഞത്. ഞാൻ എന്തായാലും അമ്മനെ വിഷമിപ്പിക്കണില്ല. ഞാനേ ഒറ്റക്കാണ് എന്റെ വീട്ടിലേക്ക് പോണത്. പിള്ളേരെ 2 പേരെ ഞാനിവിടെ നിർത്തിക്കോളാം. എന്ത്? പിള്ളേരെ കൊണ്ടുപോണില്ലേ? പിന്നെ അങ്ങനെ പിള്ളേരെ കൊണ്ടുപോണില്ല? പിള്ളേരെ കണ്ടില്ലെങ്കിൽ അമ്മക്ക് സങ്കടവും വിഷമവും വിമ്മിഷ്ടവും. അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേരെ അങ്ങ് കൊണ്ടുപോണില്ല. എന്നെ പിന്നെ കണ്ടില്ലെങ്കിലും അമ്മക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും പോട്ടെ.
ഷോ എടാ മോനെ, നീ എന്ത് നോക്കിക്കണേ? അവളെ വിളിക്കടാ, അവള് പോണ്. ഷോ അവളെന്തിനാ വിളിക്കണത്? അവള് പോട്ടെ. നമ്മളെ വിഷമം എന്തായിരുന്നു? പിള്ളേരെ കാണാതിരിക്കണതാണ്. ഇപ്പൊ അത് തീർന്നല്ല, പിള്ളേരെ അവൾ ഇവിടെ നിർത്തിയിട്ടല്ല പോണത്. അപ്പൊ അമ്മക്കൊരു വിഷമമില്ല, അമ്മ ഹാപ്പിയാണ്. അവളുടെ വീട്ടിൽ പോട്ടെ, അവളുടെ അച്ഛനമ്മ അവള് നിൽക്കട്ടെ, അപ്പൊ അവള് ഹാപ്പിയാണ്. രണ്ടുപേരും ഹാപ്പി. ഒരു കാര്യം ചെയ്യ്, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കോട്ടെ. ഷോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. മരുമോക്ക് ഒരു 8ന്റെ പണി കൊടുക്കാന്ന് വിചാരിച്ചപ്പം തിരിച്ച് എനിക്കെന്നെ കിട്ടിയല്ല. ഓ അവിടെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു അതിന്. ഷോ ഈ പൈസ അങ്കലത്ത് 2നെ നോക്കണമല്ലോ ദൈവമേ. ഓ എന്താണ്ടാ കൊച്ചേക്കണ്ടല്ല, വീട് പൊളിക്കൊന്നാവോ 2ഉം കൂടി. ഷോ എടാ പിള്ളേരെ, ഓ